ഇത് തീറ്റ കൊടുക്കുന്നതും വെള്ളം ഓട്ടോമാറ്റിക് ആണ്. തീറ്റ ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. അങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. അതാണ് അതിനേറ്റം നല്ലത്. അത് കഴിഞ്ഞാൽ വെള്ളം ആവശ്യത്തിന് കുടിക്കും. അല്ലെങ്കിൽ നമ്മൾ കലക്കി കൊടുത്താൽ തീറ്റയുടെ ഗുണമൊക്കെ പെട്ടെന്ന് അതിന്റെ പശുവിന്റെ 4-6 ഒരു ബാഗ് ചെയ്ത പുല്ലാണ്. ബാഗ് ചെയ്ത പുല്ല്. ഒരു കിലോയ്ക്ക് നമ്മൾ 8 രൂപയായിട്ടാണ് നമ്മളിത് 8 രൂപയായിട്ടാണ് നമ്മൾ ബാഗ് ചെയ്തത്. അത് എന്ന് പറഞ്ഞാൽ ഒരു പശുവിനെ വളർത്തുന്ന ഒരു കർഷകൻ അതൊക്കെ പോയി നടക്കും. നമ്മൾ ഇത്ര വലിയ ഫാം നടത്തുമ്പോൾ അത് ഒരിക്കലും എക്കണോമിക്കലാണ്. അതിന്റെ എക്കോണമി നോക്കുമ്പോൾ നമുക്ക് ബൾക്കായിട്ട് പാല് കൊടുക്കുക, അതിന്റെ പൈസ മന്ത്ലി അല്ലെങ്കിൽ 10 ദിവസം കൂടുമ്പോൾ അക്കൗണ്ടിൽ കൃത്യമായി ഇപ്പൊ തന്നെ വന്നുള്ളൂ മിൽമേന്ന് 1.5 ലക്ഷം രൂപ നമുക്കിപ്പോ ക്രെഡിറ്റ് വന്നു. അപ്പോൾ ഓരോ 10 നമ്മളിന്ന് കാണാൻ പോകുന്നത് 50 പശുക്കളുള്ള വലിയൊരു ഫാം ആട്ടോ. പ്രത്യേകിച്ച് ഈ ഒരു ഫാം നടത്തുന്നത് ഒരു റിട്ടയർഡ് ഗവൺമെന്റ് ഓഫീസറാണ്. പ്രത്യേകിച്ച് ഈ ഒരു ഫീൽഡിൽ നല്ല എക്സ്പീരിയൻസ് ഉള്ള ആളാണ്. അപ്പോൾ ഈ ഒരു ഫാം നടത്തുമ്പോൾ അതിൻ്റേതായ പ്രത്യേകതകളോട് കൂടി തന്നെയാണ് ഇദ്ദേഹം ഈ ഒരു ഫാം നടത്തുന്നത്. എങ്ങനെയാണ് ലാഭത്തിലെത്താൻ പറ്റുന്നത്, പിന്നെ ആ മാത്രമല്ല വേനൽക്കാലത്ത് എന്ത് ചെയ്യണം, മഴക്കാലത്ത് എന്ത് ചെയ്യണം, അങ്ങനെ പല കാര്യങ്ങൾ ഈ ഒരു ഫാമിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല തീറ്റക്രമത്തിലും പല കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള പല വ്യത്യസ്തതകൾ നിറഞ്ഞ ഒരു ഫാം നമ്മളിന്ന് കാണാൻ പോകുന്നത്. 50 പശുക്കളുണ്ട്, അതിന് ഒത്ത പാലുൽപാദനമുണ്ട്, ലാഭകരമായിട്ട് ഞാൻ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു കാഴ്ചകളിലേക്ക് പോകാം. നമസ്കാരം. ഇവിടെ ഇപ്പോൾ എത്ര പശുക്കളുണ്ട് സാറേ? ഇവിടെ ഇതിനകത്ത് ഇപ്പോൾ ഒരു 30 പശുക്കളോളം ഉണ്ട്. പിന്നെ ഞങ്ങൾക്ക് മൊത്തം 50 പശുക്കളുണ്ട്. മൊത്തം 50 പശുക്കളുണ്ട്. ഞാൻ മൃഗസംരക്ഷണ മേഖലയിലാണ് ജോലി ചെയ്തിരുന്ന ആളാണ്. അതായത് ഇവിടുത്തെ കേരളത്തിലെ പ്രമുഖമായ 3 സ്ഥാപനങ്ങളിൽ മൃഗസംരക്ഷണ മേഖലയുടെ കീഴിലുള്ള കേരള ഫീഡ്സിലുണ്ടായിരുന്നു. ഡയറി ഡിപ്പാർട്ട്മെന്റ് മിൽമ, പിന്നെ മീറ്റ് പ്രൊഡക്ട്സ് ഓഫ് ഇന്ത്യയുടെ MD ആയിട്ട് റിട്ടയർ ചെയ്തതാണ്. അതിനുശേഷം നമ്മൾ സ്വകാര്യ ഒരു സംരംഭമായ PDDPയിൽ ഒരു 3 വർഷം ഒരു കാലിത്തീറ്റ ഫാക്ടറി അവർക്ക് വേണ്ടി ഇറക്ട് ചെയ്ത് കൊടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഈ ഫീൽഡിൽ ഏതാണ്ട് 29-30 വർഷത്തെ സേവനത്തിന് ശേഷം എക്സ്പീരിയൻസ്. അതിനുശേഷം റിട്ടയർ ചെയ്തപ്പോൾ നമ്മൾ പഠിച്ച ഒരുപാട് കാര്യങ്ങൾ ഈ മേഖലയെക്കുറിച്ച് പഠിച്ചതും മേഖലയിലെ കർഷകരെ കുറിച്ച് പഠിച്ചതും അത് നമുക്കൊന്ന് പ്രാവർത്തികമാക്കി കൂടെ. ഈ ഒരു ഫാം ഇപ്പൊ 5 വർഷമായിട്ടുണ്ട്. ഞങ്ങൾ ആദ്യം പോത്തുകളെയാണ് തുടങ്ങിയത്, അതിനുശേഷമാണ് പശുവിലേക്ക് വന്നത്. അപ്പൊ ഇത് ഏറ്റവും ലേറ്റസ്റ്റ് തൊഴുത്താണ്. ഇതിന്റെ ഷീറ്റൊക്കെ നിങ്ങൾക്ക് കണ്ടറിയാം. ഇത് വളരെ കൂളാണ്. ഇത് ബ്ലാക്ക് ഷീറ്റ്, അത് പോളിയൂറത്തിന്റെ തന്നെ ഒരു ഷീറ്റാണ്. അപ്പൊ അത് വലിയ പ്രശ്നങ്ങളില്ലാത്ത ഒരു ഷീറ്റാണ്. അതുകൊണ്ടാണ് ചൂടില്ല, അതുകൊണ്ട് പശുക്കൾക്ക് നല്ലതാണ്. പിന്നെ ഇവിടെ കാണുന്ന പശുക്കളെല്ലാം തന്നെ നമുക്കിപ്പോ പശുക്കളാണല്ലോ. അതെ, HF ജേഴ്സി ആണ്. അപ്പൊ ഇത് കൂടുതൽ ഞങ്ങൾ ബാംഗ്ലൂരിൽ നിന്ന് കൊടുക്കുന്ന പശുക്കളാണ്. 20 ലിറ്റർ മുതൽ 20 ലിറ്റർ വരെ പാല് കറക്കുന്ന പശുക്കളാണ്. 1, 2, 3 ഷെഡ് നമുക്കുള്ളത്. അങ്ങനെ. അപ്പൊ ഒന്നാമത്തെ ഷെഡാണത് കാണുന്നത്. ഇത് രണ്ടാമത്തെ ഷെഡ്, പിന്നെ മൂന്നാമത്തെയാണത്. ഷെഡില് ഇപ്പോ ഇവിടെ തന്നെ ഉണ്ടായ പശുക്കുട്ടികൾ അത് വലുതായി ഇപ്പൊ ഇതിനെല്ലാം കുത്തിവെച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇത് തീറ്റ കൊടുക്കുന്നതും വെള്ളം ഓട്ടോമാറ്റിക് ആണ്. തീറ്റ ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. അതാണ് അതിനേറ്റം നല്ലത്. അത് കഴിഞ്ഞാൽ വെള്ളം ആവശ്യത്തിന് കുടിക്കും. അല്ലെങ്കിൽ നമ്മൾ കലക്കി കൊടുത്താൽ തീറ്റയുടെ ഗുണമൊക്കെ പെട്ടെന്ന് അതിന്റെ പശുവിന്റെ 4-6 ഒരു ആമാശയമുള്ളത്. അപ്പൊ അതിനകത്ത് വെള്ളത്തോടെ ചെന്നിട്ടുണ്ടെങ്കിൽ അത് അതിൽ നിന്ന് ഒരു 50% അത് ബൈപ്പാസ് ചെയ്ത് പോകുള്ളൂ. അപ്പൊ അതിന്റെ ഗുണം കിട്ടുകയല്ല. അപ്പൊ വെള്ളം ഇല്ലെങ്കിൽ ഈ പശു അയവെട്ടുന്ന മൃഗമാണ്. ഇതിപ്പോ അങ്ങ് തിന്നിട്ട് ഇത് രണ്ടാമത് റെസ്റ്റ് ചെയ്യുന്ന സമയത്ത് അത് എടുത്ത് അയവെട്ടും. അപ്പൊ ഇത് തിന്നുകയും വെള്ളം കുടിക്കും. അവന്റെ പശുവിന് പാല് കൂടുതൽ കിട്ടണമെങ്കിൽ അത് ധാരാളം വെള്ളം കുടിക്കണം. കാരണം വെച്ചാൽ പാലിൽ 85% വെള്ളമാണ്. അപ്പൊ ആ വെള്ളം കുടിച്ചില്ലെങ്കിൽ കാര്യമില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ പശുവിനെ വെള്ളം കുടിക്കാനായിട്ട് ഒരു ടെൻഡൻസിയാണ്. ഫീഡ് ഡ്രൈ ആയിട്ട് കൊടുത്താൽ വെള്ളം കുടിക്കും. ഈ കാണുന്ന ഈ കുട്ടികളൊക്കെ ഇവിടെ ഉണ്ടായിട്ട് ഇവിടുന്ന് വലുതായി വരുന്നതാണ്. ഇപ്പൊ ഈ കാണുന്ന കുട്ടികളല്ല, ഇപ്പൊ ഒരു 12 മാസം തുടങ്ങി 18 മാസം വരെയുള്ള ഉണ്ട്. ഇത് കുത്തിവെച്ചാണ്. ഇത് കുത്തിവെച്ചാണ്. അങ്ങേറ്റത്ത് ഒരെണ്ണത്തിന് കുത്തിവെച്ചിട്ടുണ്ട്. ഇതിനെ കുത്തിവെച്ച് ഇതിന്റെ അകടൊക്കെ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അത് കടിഞ്ഞൂലായിട്ട് വരുന്നതാണ്. ഒരു കാളയുണ്ട് നമുക്ക്. അത് ഞങ്ങൾ ഒരെണ്ണത്തിന് ഒരു ഇവിടെ നിർത്തിയിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. ഇല്ല, അത് രസത്തിന് നമുക്ക് വളർത്തി എന്തോരം വലുപ്പമൊക്കെ ഒന്ന് കാണാനായിട്ട്. ഇതിനകത്ത് ചൂട് കണ്ടില്ലേ? ചൂടുണ്ട്. അപ്പൊ ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പുതിയത് തുടങ്ങിയപ്പോ നമ്മള് ഇത് കുറച്ചും കൂടി ഹൈറ്റിൽ പോണതും ബ്രെഡ്ത്തുമായിട്ട് തുടങ്ങി. അപ്പൊ ഇവിടെയും പശുക്കളെ നമ്മൾ ഒരുപാട് അടുപ്പിച്ച് നിർത്തുന്നില്ല. പശുക്കളെ നമ്മള് ഇപ്പം ഭൂരിഭാഗം പശുക്കളെ നമ്മള് ബാംഗ്ലൂരിൽ നിന്നാണ് കൊണ്ടുവരുന്നത്. പിന്നെ നമ്മൾ പൊള്ളാച്ചി സൈഡിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും നമ്മള് പശുക്കൾ എടുത്തിട്ടുണ്ട്. കർണാടകയിൽ നിന്ന് കൊണ്ടുവരുമ്പോൾ ഒരു പശുവിന് 1.5 ലക്ഷം രൂപ അടുത്ത് വരും ഇവിടെ ഇറക്കുമ്പോൾ. 1.5 ലക്ഷം രൂപ. പക്ഷെ 25 ലിറ്ററിന് മുകളിൽ 25 ലിറ്ററിന് മുകളിൽ പാല് കിട്ടുന്നതായിരിക്കും. എടുക്കുമ്പോ എത്ര പ്രായമുള്ളൊക്കെ എടുക്കും? നമ്മൾ മിക്കവാറും ഒരു പ്രസവം, 2 പ്രസവം, 3ാമത്തെ പ്രസവം വരെ എടുക്കും. ബാംഗ്ലൂരിൽ നിന്നൊക്കെ കൊണ്ടുവരുമ്പോൾ നമ്മൾ 2 പ്രസവത്തിന് അല്ലെങ്കിൽ കടിഞ്ഞൂലിനെ കൊണ്ടുവരുന്നത്. കടിഞ്ഞൂലായിരിക്കും. ഇവരെല്ലാം തീറ്റ ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പോ ഇന്ന്
വെള്ളം അവർ ഓട്ടോമാറ്റിക്കായിട്ട് കുടിക്കും. ഇത് കുറച്ച് കഴിയുമ്പോൾ അവരൊന്ന് തടുത്ത് കൂട്ടി ഇട്ട് കൊടുക്കും. അതുപോലെ പുല്ല് നമ്മളിവിടെ ഇട്ട് കൊടുക്കുകയുള്ളൂ, അരിഞ്ഞ പുല്ല് അങ്ങോട്ട് കൊടുക്കുകയുള്ളൂ. അപ്പൊ അവർ കഴിക്കും. ഈ ഒരു സിസ്റ്റം പരീക്ഷിക്കാൻ എന്താ കാരണം? അല്ല, ഇതാണ് ശരിക്കും ഒരു ശാസ്ത്രീയമായ വശം. പശുവിന് തീറ്റ തറയിലിട്ട് കൊടുത്താൽ നമ്മളിപ്പോ വലിയ വലിയ ഫാമുകൾ 500, 1000, 2000, 3000 പശുക്കളുള്ള ഫാമുകളുണ്ടെങ്കിൽ ഇതിലൂടെ വണ്ടി ഓടി വന്ന് അങ്ങോട്ട് എടുത്തെടുത്താൻ പോവുള്ളൂ, ഇട്ട് കൊടുത്താൻ പോവുള്ളൂ. അല്ലാതെ പാത്രത്തിലൊന്നും കൊടുക്കേണ്ട കാര്യമില്ല. അപ്പൊ ഇതവര് പശു നന്നായിട്ട് തിന്നും, അവർ നക്കി തിന്നും, അവർ കുറച്ച് സമയം എടുത്ത് തിന്നും. അതാണ് ഇപ്പൊ കാലിത്തീറ്റ ഞങ്ങളുടെ നന്ദിനിയെ കൊടുക്കുന്നത്. കാരണം വെച്ചാൽ കേരളത്തിലെ ഒരു കാലിത്തീറ്റ കൊടുത്തിട്ടും ഈ പശുക്കളുടെ ഒക്കെ ഉണ്ടാകുന്ന വേറെ കുറെ പ്രശ്നങ്ങൾ, പാലൊക്കെ കിട്ടുന്നുണ്ട് ചിലവ് കൊടുത്താൽ. പക്ഷെ കൂടുതലും നമുക്ക് പശുവിന്റെ പ്രജനനവും അതിന്റെ ആരോഗ്യവും പശുവിന്റെ ഒരു കുട്ടികളുടെ വലിപ്പവും ഒക്കെ നോക്കണമെങ്കിൽ നമ്മൾ നോക്കുമ്പോൾ കർണാടക ഫീഡാണ് ഏറ്റവും നല്ലത്. കാരണം അവർ ഗവൺമെന്റ് അവിടെയാണ് ഈ ഫീഡ് ഉത്പാദിപ്പിക്കാനുള്ള എല്ലാ റോ മെറ്റീരിയലും അവർക്കും ഉണ്ട്. കേരളത്തിൽ നമുക്ക് 99% സാധനം പുറത്തു കൊണ്ടുവരണം. എല്ലാം തീർക്കും അവര്. അതെല്ലാരും തീർക്കും, ചിലർ സ്ലോ ആണെന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നല്ലൊരു ഇപ്പൊ കെമിക്കലൊക്കെ ഇല്ലാത്ത നല്ലൊരു കർണാടകത്തിൽ നിന്ന് നല്ല പശുക്കൾ വരുന്നുള്ള കാരണം അവിടെ നല്ല ഫീഡ് കൊടുക്കുന്നുണ്ടാവും. കൂടിയ പശുക്കളെല്ലാം അവിടെ ആ തൊഴുത്തിലാണ്. ഇത് അതിന്റെ നെക്സ്റ്റ് ഉള്ളത്. പിന്നെ കിടാക്കള് വലുതായി വരുന്നു ഇവിടെ. ഇപ്പൊ സാർ ഇത്തരം എക്സ്പീരിയൻസ് ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ നമ്മൾ ഈ പഞ്ചാബ് പോലുള്ള സ്ഥലങ്ങളൊക്കെ ചെന്ന് കഴിഞ്ഞാല് ഇപ്പൊ നമ്മുടെ ബാംഗ്ലൂർ പശുക്കൾ തന്നെ അവിടെ 60 ലിറ്റർ വരെ നമുക്ക് കിട്ടുന്നുണ്ട്. എപ്പോഴും ഓരോ പ്രാവശ്യവും ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടിരുന്നതുകൊണ്ടാണ്. നല്ല ഇസ്രായേലി ബുള്ളിന്റെ സെമനൊക്കെ കൊണ്ടുവരികയാണെങ്കിൽ പാല് കൂടി വരും. പക്ഷെ നമുക്ക് കേരളത്തിലെ ഈ ചൂട് കാലാവസ്ഥ, ഹ്യൂമിഡിറ്റി ഭയങ്കരമായിട്ടുള്ളതുകൊണ്ട് ഇവിടെ അത്തരം പശുക്കളെ വളർത്തി മെയിൻറ്റെയിൻ ചെയ്ത് അത്ര എളുപ്പമാണ്. ഇപ്പൊ ഈ ഒരു പെട്ടെന്നൊരു ചൂട് ഈ കാലങ്ങൾ വന്നപ്പോഴത്തേക്ക് എല്ലാ പശുക്കൾക്കും സ്ട്രെസ് കൂടി, അപ്പൊ തന്നെ എല്ലാത്തിനും ഓരോരോ അസുഖങ്ങൾ വരാൻ തുടങ്ങി. അപ്പൊ മെഡിക്കൽ നമുക്ക് ഒരുപാട് കോസ്റ്റ് വരില്ലേ. ഇവിടെ ഒരു പെട്ടെന്ന് ഇടിവെട്ട് ഇവിടെ ആരും ഇല്ലെങ്കിൽ പശു പരിഭ്രമിച്ചു. അപ്പൊ സ്വാഭാവികം. അല്ലെങ്കിൽ ഇവിടെ ഒരു പെരുന്നാള് അല്ലെങ്കിൽ ഒരു ഉത്സവം എന്തെങ്കിലും ഇവിടെ അടുത്ത പ്രദേശത്ത് 4 കതിന പൊട്ടിയാൽ മതി, പിറ്റേ ദിവസം പശുവിന്റെ പാല് കുറഞ്ഞു, ആടുകളാണ് അല്ലെങ്കിൽ ചിലപ്പോൾ ചത്ത് കിടക്കുന്നതാണ് രാവിലെ. അത് ആ സ്ട്രെസ് വന്നിട്ടാണ്, അവര് അപ്രതീക്ഷിതമായിട്ടുണ്ടാകുന്നതാണ്. ഈ പശുക്കളോട് എത്ര മനുഷ്യ സമ്പർക്കം ഉണ്ടോ അത്ര നല്ല. ഇപ്പൊ ഇവരൊക്കെ ഈ തൊഴുത്തിൽ എപ്പോഴും ഇങ്ങനെ വന്ന് കണ്ടു പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ പുറത്തുനിന്നുള്ള ആൾക്കാരെ കയറ്റാറില്ല, അസുഖങ്ങൾ കാര്യമാണ്. അപ്പൊ പശുക്കൾ എപ്പോഴും ഒരു മനുഷ്യരുമായിട്ട് കൂടുതൽ ബന്ധപ്പെട്ട് ഉള്ള മൃഗമാണ്. അത് ചൂട് നല്ല ചൂട് വന്നാലും സ്ട്രെസ്സായി. പിന്നെ പശുവിന് അറിയത്തില്ല എന്താ ആ പാടെ പ്രശ്നമാണ്. നമുക്കിവിടെ പുല്ല് 10 ഏക്കറോടത്തോളം ഞങ്ങൾക്ക് പുല്ലുണ്ട്. അപ്പൊ നമുക്ക് ഒരു ദിവസം 1800 കിലോ പുല്ല് വേണം. 1800 കിലോ. അപ്പൊ ഞങ്ങൾ അത് ഇവിടുന്ന് കട്ട് ചെയ്യുന്നു. പിന്നെ ഞങ്ങള് അധികമുള്ളത് ഞങ്ങൾ മിച്ചം മരുന്ന് കൊടുക്കുന്നുണ്ട്. പിന്നെ പുല്ലിന്റെ തണ്ടൊക്കെ നമ്മൾ കർഷകർക്കൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ പുല്ല് ആര് കൃഷി ചെയ്ത് പുല്ലുണ്ടായാലും ഞങ്ങൾ വാങ്ങാൻ തയ്യാറാണ്. ഈ കാണുന്നതാണ് നമ്മുടെ പുല്ല്. ബാഗ് ചെയ്ത പുല്ലാണ്. ബാഗ് ചെയ്ത പുല്ല്. ഒരു കിലോയ്ക്ക് നമ്മൾ 8 രൂപയായിട്ടാണ് നമ്മളിത് 8 രൂപയായിട്ടാണ് നമ്മൾ ബാഗ് ചെയ്ത്. അത് 120 രൂപ വരുന്നത് 15 കിലോ MRP. പക്ഷെ നമ്മള് സൊസൈറ്റിക്ക് കൊടുക്കുമ്പോൾ നമ്മൾ അവരുടെ ഭംഗിയായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത് പശുവിന് പെട്ടെന്ന് അവര് തിന്നുന്ന പോലെ അങ്ങ് തിന്നലുള്ളൂ. അവര് കമ്മി അങ്ങ് തിന്നുന്നത്. ഇപ്പൊ തീറ്റ ഇട്ട് കൊടുത്തിട്ട് ഇവരിപ്പോ തീറ്റ കൊടുക്കുന്ന സമയമാണ്, കറക്കുന്ന സമയമല്ലേ തീറ്റ കൊടുക്കുന്നത്. ഇപ്പൊ നന്ദിനി ഫീഡാണ്. ഇതാണ് അതിന്റെ ഇത്. നിങ്ങൾക്ക് ഒരു ഇത് എടുക്കാൻ ഇട്ടിട്ട് പോവുകയാണ്. അപ്പൊ അവരത് നന്നായിട്ട് വളരെ കാര്യമായിട്ട് തിന്നും. അവർക്ക് ഭയങ്കര ഇതിനകത്ത് ഒട്ടും ചൂടില്ല. അതാണ് അതിന്റെ വ്യത്യാസം. അത് ഇതുമായിട്ട് തമ്മിൽ ആനയാടും പോലെയുള്ള വ്യത്യാസം. അപ്പൊ ഇത് പറഞ്ഞ ട്രയൽ നടത്തിയതാണ്. ഇത് ഞങ്ങളുടെ ബയോഗ്യാസ് പ്ലാന്റ് ആണ്. ഇവിടുത്തെ 6 ഫാമിലി ഇതിൽ നിന്നാണ് ഫാമിലിക്ക് ഡെയിലി ഉണ്ട്. പിന്നെ മിച്ചമുണ്ട്. ആക്ച്വലി ഞങ്ങൾ അതുകൊണ്ട് ഓൾട്ടർനേറ്റീവ് ഡേയ്സിൽ അതിനകത്ത് ചാണം ഫില്ല് ചെയ്യുന്നുള്ളൂ. സ്ലാരി കംപ്ലീറ്റ് നമ്മൾ പമ്പ് ചെയ്ത് പുൽകൃഷിക്ക് പോകുന്നതാണ്. പുൽകൃഷിയുടെ മൊത്തം 12 ഏക്കർ ഏരിയയിലും ഈ സ്ലാരി എത്തും. ഇതിങ്ങനെ പോയിട്ട് അവിടെ എല്ലായിടത്തും അവിടെ കൊണ്ടുപോയി നമ്മൾ സ്പ്രേ ചെയ്ത് വിടും. പിന്നെ ഈ പശുവിന്റെ മൂത്രവും എല്ലാം 3 തൊഴുത്തിലും മൂത്രവും എല്ലാം കൂടി അവിടെ ഒരു കുഴിയുണ്ട്. വലിയ പച്ചനെറ്റ് കാണുന്നത്, ഈ കാണുന്ന പച്ചനെറ്റ് അത് വലിയ ഇതാണ്. അതിനകത്താണ് വന്ന് വീഴുന്നത് ഈ 3 ഷെഡില്. അതും കംപ്ലീറ്റ് നമ്മള് പുല്ലിന് വേണ്ടി പോകുന്നതാണ്. അപ്പൊ യൂറിയ 50 പശുക്കളിൽ എത്ര എണ്ണത്തെ കറക്കുന്നുണ്ട് ഇപ്പൊ? നമ്മളിപ്പോ ഒരു 20-22 എണ്ണത്തിനെ കറക്കുന്നുള്ളൂ. ബാക്കിയെല്ലാം ചെനയിൽ നിൽക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഈ സമ്മർ ആണല്ലോ, ഈ മെയ് ഒരു അവസാനം നമ്മളേക്ക് എല്ലാം പ്രസവിക്കാൻ തുടങ്ങും. അപ്പൊ നമുക്ക് ജൂൺ ജൂലൈ നമ്മളേക്ക് നന്നായിട്ട് പാലുൽപാദനം കൂടുന്ന ഒരു സമയമാണ്. കാരണം വെച്ചാൽ ഒരു ഡിസംബർ വരെ നമുക്ക് ഓൾമോസ്റ്റ് എല്ലാ പശുക്കളും ഉണ്ടായിരുന്നു. ഇപ്പൊ നമ്മളെ അത് കൂടുതൽ ചെനയുള്ളതിനൊക്കെ വീൻ ഔട്ട് ചെയ്തിട്ട് ഇങ്ങനെ കറവ നിർത്തി മാറ്റുന്നതാണ്. കാരണം വെച്ചാൽ വേണമെങ്കിൽ നമുക്ക് ഇവിടെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ 75 പശുവിനുള്ള പ്രൊവിഷനുണ്ട്. അപ്പൊ നമ്മളൊരു 3 സ്റ്റേജ് ഒരു മിൽക്കിംഗ് ഒരു ഇതിലേക്കാണ് നമ്മൾ ഉദ്ദേശിച്ചത്.
ത്രീ സ്റ്റേജ് എന്ന് പറയുമ്പോൾ എല്ലായ്പ്പോഴും മാസം അതെ എല്ലായ്പ്പോഴും നമുക്കൊരു 30-35 പശുവിനെ കറക്കാവുന്ന ഒരു കണ്ടീഷൻ, ഫുൾ കറക്കാവുന്ന. പക്ഷെ അപ്പൊ ഒരു 10-25 പശുവിനെ കൂടി ആഡ് ചെയ്യണം. അപ്പൊ അതിന് ഇനിയിപ്പം നമുക്കൊരു ഫണ്ടിങ് ഒരു വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം വെച്ചാൽ 25 പശു 25 ലക്ഷം രൂപ അടുത്ത് നമുക്ക് വേണ്ടി വരും. അപ്പൊ അത് നമ്മൾ അടുത്ത സീസണിലേക്ക് നമ്മള് തൊഴുത്തിൽ നമുക്ക് ഗ്യാപ്പ് ഉണ്ട്. ഇപ്പം 25 വളർത്താനുള്ള ഗ്യാപ്പ് ഉണ്ട്. നമ്മളിപ്പം ഡ്രൈ കൗസിന് നമ്മൾ ഈ മിൽമയുടെ തീറ്റയും കൊടുക്കുന്നുണ്ട്. ഡ്രൈ കൗസിന് ഗോമതി കൊടുക്കുന്നു. ഇത് ഞങ്ങളുടെ മാനേജറാണ്. മാനേജർ ഇവിടെ ഓവറോൾ സൂപ്പർവിഷൻ ഒക്കെ മാനേജറുടെ വകയാണ്. ആളുടെ പേരെന്താ? ഷൈജൻ. പിന്നെ നമ്മുടെ ഈ പാലിന്റെ വിൽപ്പന ഒക്കെ എങ്ങനെയാ? പാല് ഞങ്ങൾ ലോക്കൽ സെയിലൊന്നും ഇല്ല, നമുക്ക് ഇല്ല. കാരണം വെച്ചാൽ അത് ആളുകൾ പറയും നമുക്ക് ലോക്കലിൽ കുറച്ച് കൊടുത്താൽ ലാഭം കൂടുതലല്ലേ, വില കൂടുതൽ കിട്ടില്ലേ, നാട്ടിലൊക്കെ കൊണ്ടുവരുന്ന വിതരണം നിർത്തിക്കൂടെ. അതൊക്കെ അത് എന്ന് പറഞ്ഞാൽ അത് ഒരു പശുവിനെ വളർത്തുന്ന ഒരു കർഷകൻ അതൊക്കെ പോയി നടത്തുന്നതിന്റെ പൈസ മേടിക്കലും കൊടുക്കലൊക്കെ നടക്കും. നമ്മൾ ഇത്ര വലിയ ഫാം നടത്തുമ്പോൾ അത് ഒരിക്കലും എക്കണോമിക്കലാണ്. എക്കോണമി നോക്കുമ്പോൾ നമുക്ക് ബൾക്കായിട്ട് പാല് കൊടുക്കുക, അതിന്റെ പൈസ മന്ത്ലി അല്ലെങ്കിൽ 10 ദിവസം കൂടുമ്പോൾ അക്കൗണ്ടിൽ കൃത്യമായി ഇപ്പൊ ഇന്നിപ്പോ തന്നെ വന്നുള്ളൂ മിൽമേന്ന് 1.5 ലക്ഷം രൂപ നമുക്കിപ്പോ ക്രെഡിറ്റ് വന്നു. അപ്പൊ ഓരോ 10 ദിവസം കൂടുമ്പോൾ അത് കറക്റ്റ് ആയിട്ട് വരിക, പാൽ അവിടെ. അപ്പൊ അവർ വന്ന് എടുത്തോണ്ട് പോയിക്കോളും. അപ്പൊ നമ്മൾ മിൽമയും പിന്നെ PDDP കൊടുക്കുന്ന രണ്ട് കാര്യം. ഒന്ന് അവര് ലോക്കൽ സെയിൽ നടത്തുന്നുണ്ട്. നാട്ടിലുള്ള ആളുകൾക്ക് നല്ല പാല് കിട്ടണമെങ്കിൽ അവർക്ക് കൊടുത്താൽ അവര് ലോക്കൽ സെയിൽ നടത്തി എല്ലാവർക്കും പാല് കൊടുത്തോളും. അപ്പൊ അതുകൊണ്ട് അതും അവരുണ്ട്. നമുക്ക് ഇനി എന്താ ഫ്യൂച്ചർ പ്ലാൻ നമ്മുടെ ഈ ഒരു ഇത്? അല്ല, നമ്മള് ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ഫുള്ളി ഇന്റഗ്രേറ്റഡ് ഫാം ആയിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മളിവിടെ അതെ പശു വരും, ആട് വരും, കോഴി, അതുപോലെ തന്നെ പന്നി വരും. അപ്പൊ ഇത് 4 ഐറ്റം കൂടി ഇന്റഗ്രേറ്റഡ് ആണ് നമ്മുടെ പ്ലാനിലുള്ളത്. അപ്പൊ അതിനകത്ത് ഇപ്പൊ നമുക്ക് ആടും പശുവും കോഴിയും ഒക്കെ അവിടെ ഉണ്ട്. അപ്പൊ അത് ഞങ്ങൾ ഇവിടെ 1 ലക്ഷം കോഴിയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അവ ബ്രോയിലർ കോഴി. അപ്പൊ ഇപ്പോ എഗ്ഗിന് നല്ല ഡിമാൻഡ്, എഗ്ഗിന് നല്ല വിലയായ കാരണം അതേക്കുറിച്ചും ചിന്തിക്കുന്നുണ്ട്. കാരണം ഇവിടെ തൊട്ടടുത്ത് ഗവൺമെന്റിന്റെ ഒരു ഫാം ഉണ്ട്. അവര് കോഴി കുഞ്ഞുങ്ങളെ ഉത്പാദിപ്പിക്കാൻ വേണ്ടി മുട്ട പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. അപ്പൊ അതിന്റെ ഒരു ഫാം ഇതിന്റെ തൊട്ടപ്പുറത്തുണ്ട്. അപ്പൊ അതൊക്കെ വെച്ച് ആലോചിക്കുമ്പോൾ കോഴിമുട്ടയ്ക്ക് നല്ല ഡിമാൻഡ് ഉള്ളതുകൊണ്ട് നമ്മൾ അതിനെക്കുറിച്ചും ചിന്തിക്കുന്നുണ്ട്. അപ്പൊ ഞങ്ങളുടെ ഇതെല്ലാം നമ്മളൊരു ക്യാപിറ്റലാണ് ഇതിന്റെ ഏറ്റവും വലിയ ഇഷ്യൂ. നബാർഡിലും പക്ഷേ ഇവിടുത്തെ ഒരു ഇഷ്യൂ എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോ നോക്കുമ്പോൾ ഞങ്ങൾക്ക് ഇഷ്ടംപോലെ പ്രോപ്പർട്ടി ഒക്കെ ഉണ്ട്. പക്ഷേ ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് ലോൺ എടുക്കാം എന്ന് എല്ലാവരും പറയും. പക്ഷെ ഇവിടെ ഒരു ഇഷ്യൂ, ഞങ്ങളൊക്കെ റിട്ടയർഡ് ആൾക്കാരാണ്, എബവ് 60 years ആണ്. അപ്പൊ നമ്മുടെ പേരിൽ ഒരു ലോൺ തരാന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടാണ്. അപ്പൊ ലോൺ കിട്ടണമെങ്കിൽ നമ്മുടെ അടുത്ത ജനറേഷൻ വരണം. അടുത്ത ജനറേഷൻ ഞങ്ങളുടെ കുടുംബത്തിൽ ആരും തന്നെ ഈ നാട്ടില് ഇല്ല. എല്ലാവരും പുറത്ത്, എല്ലാവരും ഹൈലി ക്വാളിഫൈഡ് ആയിട്ട് അവർ വേറെ ജോലികളിലാണ്. അപ്പൊ അവർ ഈ ഫീൽഡിലേക്ക് വരാനായിട്ട് വലിയ സാധ്യത കുറവാണ്. അപ്പൊ അതുകൊണ്ട് നമുക്കൊരു ഔട്ട്റൈറ്റ് ഒരു ലോണൊക്കെ എടുത്ത് ചെയ്യാന്ന് വെച്ചാൽ അത് അത്ര അങ്ങ് നടക്കുന്നില്ല.